ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുവരെ കാണാത്തവരാണ് ചാനൽ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇന്ന് തംബ്നെയിലിൽ കണ്ട പോലെ ഞാൻ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കാനഡയാണോ അതോ നമ്മുടെ നാടാണോ കൂടുതൽ ഇഷ്ടം, ഏതാണ് എനിക്ക് കൂടുതൽ ജീവിക്കാൻ എനിക്ക് എൻ്റെ കംഫർട്ട് സോൺ എന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനകത്ത് അങ്ങനെ ഇതൊരു രാജ്യത്തിൻ്റെ തെറ്റായിട്ടോ അല്ലെങ്കിൽ രാജ്യത്തിൽ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളായിട്ടോ ജനറലായിട്ട് പറയുന്നതല്ല. എനിക്കിഷ്ടപ്പെടാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എവിടെയാണ് നല്ലത്, ഏത് രാജ്യത്താണ് ഏതാണ് നല്ലതെന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് എൻ്റെ ജസ്റ്റ് ഒരു പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്, എല്ലാവർക്കും അങ്ങനെ ആയിക്കൊള്ളണം എന്നില്ല. ഞാൻ ഒരു 5 പോയിൻ്റാണ് മെയിനായിട്ട് ഞാൻ കവർ ചെയ്യാൻ പോകുന്നത്. ആ 5 പോയിന്റ് 2 സ്ഥലത്ത് ഞാൻ കമ്പയർ ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരുപാട് വലിച്ചു നീട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും പോകാടിക്കും, എനിക്ക് വലിയ സുഖം ഉണ്ടാവില്ല. ഏറ്റവും ഫസ്റ്റ് തിങ് ഞാൻ പറയുന്നത്, ഇവിടെ വന്നിട്ട് ഏറ്റവും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയേക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എനിക്ക് ഇവിടുത്തെ ക്ലൈമറ്റ് ആണ്. ക്ലൈമറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സമ്മറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല, നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഒരു 30-32 വരും. അത് ശരിക്കും പറഞ്ഞാൽ നമുക്കിവിടെ ഭയങ്കര ചൂടായിട്ട് തോന്നാറുണ്ട് ഓരോ വർഷം ചെല്ലുന്നതും. പക്ഷേ എന്നാൽ പോലും ഒരു 20+ ഒക്കെ നിൽക്കുവാണെങ്കിൽ നല്ലതാണ്. പക്ഷേ വിൻ്റർ ടൈം എന്ന് പറയുന്നത് ഇവിടെ ഭയങ്കര എക്സ്ട്രീം മഞ്ഞാണ്. അതായത് -37 -40 എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് വിചാരിക്കാൻ പറ്റുമോ? അതാണ് ഇവിടുത്തെ തണുപ്പ് എന്ന് പറയുന്നത്. അതായത് ശരിക്കും ഐസാണ്. നമുക്ക് ഏകദേശം ഒരു 2-3 മാസത്തോളമാണ് ഇവിടെ വിൻ്റർ വരുന്നത്. ആ ഒരു സംഭവം എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വന്ന സമയത്ത്. പിന്നെ നമ്മൾ ഓരോ ദിവസങ്ങൾ ഇങ്ങനെ ചെല്ലുന്തോറും ഓരോ വർഷങ്ങൾ കഴിയുന്നതോറും നമ്മളത് യൂസ്ഡ് ആയിട്ട് വരും. പക്ഷെ ഞാൻ പറയുന്നത് അതായിരുന്നു ഇവിടെ വന്നിട്ട് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയ ഒരു കാര്യം. കാരണം വന്ന സമയത്ത് വണ്ടി ഓടിക്കാൻ അറിയില്ലായിരുന്നു, ബസ്സിന് കയറി പോകണമായിരുന്നു അല്ലെങ്കിൽ നടന്നു പോകണമായിരുന്നു ജോലിക്കൊക്കെ. അപ്പോൾ ഈ ഭയങ്കര മഞ്ഞ് വീണ് കിടക്കുന്ന സമയത്ത് തന്നെ നമുക്ക് 20 സെൻറ്റിമീറ്റർ 25 സെൻറ്റിമീറ്റർ ഒക്കെ പൊക്കത്തിനകത്ത് മഞ്ഞ് വീണ് കിടക്കുന്നുണ്ടായിരിക്കും. റോട്ടിലും വീടിൻ്റെ മുറ്റത്തും ഒക്കെ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അതിൽ കൂടെ നടന്നു പോകാന്ന് പറയുന്നത് എത്ര ജാക്കറ്റ് ഇട്ടാലും എത്ര നമ്മൾ കവർ ചെയ്താലും തണുപ്പെന്ന് പറയുന്നത് ഭയങ്കര കുത്തി കയറുന്ന തണുപ്പാണ്. അതായിരുന്നു ഏറ്റവും ബുദ്ധിമുട്ട്. ആ സമയത്ത് നമുക്ക് നാട്ടിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. നാട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഒന്നെങ്കിൽ മഴ അല്ലെങ്കിൽ ചെറിയൊരു ചൂട് തണുപ്പ് അങ്ങനെയൊക്കെ ആയിട്ടാണ്. ചൂട് വന്നാലും ഭയങ്കര ചൂടാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു തണുപ്പിന് നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് എങ്ങും ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥ, മൊത്തത്തിൽ ഇരുട്ടാണ്, വെട്ടം കുറവാണ്. അതായിരുന്നു ഒന്നാമത്തെ ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. ഇപ്പം ക്ലൈമറ്റ് ആയിരുന്നു എനിക്ക് ഇവിടെ വന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാര്യം സ്റ്റാറ്റസിലൊക്കെ ഇടായിരുന്നു കേട്ടോ, -37 -40 എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ കാണിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ വലിയ സുഖമുള്ള പരിപാടിയൊന്നുമില്ല. പിന്നെ ഇപ്പോൾ യൂസ്ഡ് ആയി, കുഴപ്പമില്ല. വന്ന സമയത്തുള്ള കാര്യമാണ് ഇത് പറയുന്നത്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് ലിവിങ്. അതായത് നമ്മുടെ ജീവിത ചെലവ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഭയങ്കര കൂടുതലാണ്. കൂടുതൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സാധനം മേടിക്കേണ്ട കാര്യം ഇപ്പം നമ്മൾ നാട്ടിൽ പോയി മേടിക്കുന്ന പോലെ കുറച്ച് ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ് അല്ലെങ്കിൽ കുറച്ച് വെജിറ്റബിൾസോ ഇറച്ചി എന്ത് ഐറ്റംസ് മേടിച്ചാലും എനിക്കൊന്നും ആകെ ചിക്കൻ മാത്രമാണ് നാട്ടിലെ വെച്ച് പൈസ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ വലിയ കുഴപ്പമില്ല എന്ന് തോന്നുന്നത്. ബാക്കി എന്ത് സാധനം നമ്മൾ മേടിച്ചാലും ഭയങ്കര എക്സ്പെൻസീവാണ്. നാട്ടിൽ നമുക്ക് അത്രയും പൈസയില്ല. പിന്നെ നമുക്ക് നാട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീടിന് റെൻറ്റ് കൊടുക്കേണ്ട. നമുക്ക് വീട് പണിത് കഴിഞ്ഞ് നമ്മൾ അതിനകത്ത് താമസിക്കുക കഴിയുമ്പോൾ നമുക്ക് അതിനകത്തൊരു റെൻറ്റോ വേറെ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് എവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീട് റെൻ്റ് ആണെങ്കിൽ അതിൻ്റെ മന്ത്ലി റെൻറ്റും, ഇനി വീട് നമ്മൾ സ്വന്തമായിട്ട് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മന്ത്ലി മോർഗേജും നമ്മൾ അടയ്ക്കുന്നുണ്ട്. ഇനി അതുകൂടാതെ അതിൻ്റെ ഇൻഷുറൻസ്, പിന്നെ നമ്മുടെ മെഡിക്കൽ ഇൻഷുറൻസ്, അത് ഇത് എന്നൊക്കെ പറഞ്ഞാൽ ഒരു മാല പോലെ ഇങ്ങനെ പിന്നാലെ സാധനങ്ങളുണ്ട്. അപ്പോൾ എല്ലാം കൂടി മൊത്തത്തിൽ നോക്കുമ്പോൾ കോസ്റ്റ് ഓഫ് ലിവിങ് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ നാടിനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഭയങ്കര കൂടുതലാണ്. അതും ഒരു ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമുക്ക് ജോലി ഇല്ലാത്തൊരു സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതെന്ന് പറയുന്നത് നമ്മൾ ആ ഒരു മന്ത് കൊണ്ടുപോകാന്ന് പറയുന്നത് തട്ടിമുട്ടിക്ക് കൊണ്ടുപോകുന്ന ഒരു സമയമൊക്കെ ആയിരിക്കും കേട്ടോ. ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ജോലി ഇല്ലാതെ ആദ്യമായിട്ട് വരുന്നവർക്ക്, സ്റ്റുഡൻസിനാണെങ്കിലും ഇനി ജോലിക്കായിട്ട് PR ആയിട്ട് മൂവ് ചെയ്ത് ഇവിടെ വന്ന് ജോലി നോക്കി അങ്ങനെ വരുന്നവർക്കാണെങ്കിലും കോസ്റ്റ് ഓഫ് ലിവിങ് എന്ന് പറയുന്നത് കുറച്ച് നാളത്തേക്ക് ഒരു ജോലി കിട്ടി ഒന്ന് സെറ്റ് ആവുന്നവരെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതാണ് രണ്ടാമത്തെ കാര്യം. എപ്പോഴും കുറ്റം മാത്രം പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും പിന്നെ എന്തിന് ഞാനിവിടെ നിൽക്കണേന്ന്. അതുകൊണ്ടൊരു നല്ല കാര്യം പറയാം. നമ്മുടെ നാടിനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ കുറച്ചുകൂടി ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. കുറച്ചുകൂടി ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നമ്മളെ ന്യൂ കമേഴ്സിനെ അല്ലെങ്കിൽ ബിഗിനേഴ്സിനെ, ഫ്രഷേഴ്സിനെ കുറച്ചുകൂടി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ജോലി സാധ്യതകൾ കൺസിഡർ ചെയ്യുമ്പോൾ നാടിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആണ് ഇവിടെ. നാട്ടിലെ വെച്ച് നോക്കുമ്പോൾ നമുക്കിവിടെ സാലറിയും കുറച്ചുകൂടി ബെറ്റർ ആണ്. പിന്നെ വേറൊരു കാര്യം, ജോലി പറയുമ്പോൾ ജോബിൻ്റെ ആ ഒരു സാധ്യതകൾ മാത്രമല്ല, പക്ഷെ അതിലുപരി നമ്മളിപ്പോൾ ഒരു ജോലിക്ക് കയറി കഴിയുമ്പോൾ നമ്മൾ ഈ
നമ്മൾ സീനിയേഴ്സിനൊക്കെ സാറെന്ന് വിളിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, ഇവിടെ അങ്ങനെ ഒരു പരിപാടി ഇല്ല. എത്ര തലയ്ക്ക് മൂത്ത മാനേജർ ആണെങ്കിലും നമ്മൾ എടാ പോടാ അല്ല എന്നല്ല വിളിക്കുന്നത്, സാറേന്ന് വിളിക്കേണ്ട, നമ്മൾ പേരാണ് അവരെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്. നമുക്ക് നാട്ടിലത് നടക്കില്ല. ഒരു വളരെ ചെറിയൊരു ജോലിക്ക് ഇരിക്കുന്ന നമ്മുടെ തൊട്ടുപൊക്കത്തെ സീനിയർ ആണെങ്കിൽ പോലും നമ്മൾ സാറേ എന്ന് വിളിച്ചില്ലെങ്കിൽ ഭയങ്കര പ്രശ്നം അവിടെ. ആ ഒരു പരിപാടി ഇവിടെ ഇല്ല. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഹെൽത്ത് സിസ്റ്റം ആണ്. നമ്മുടെ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു ടെക്നോളജീസ് ഒരു വളരെ ചെറിയ പെർസെൻറ്റേജ് എങ്കിലും കുറച്ചുകൂടി ടെക്നോളജീസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. എന്നാൽ പോലും ഹെൽത്ത് സിസ്റ്റത്തിൻ്റെ ആ ഒരു നമ്മൾ ഒരു ഡോക്ടറെ കാണാനെടുക്കുന്ന ടൈം, അല്ലെങ്കിൽ നമ്മളുടെ ഒരു രോഗം കണ്ടുപിടിക്കാൻ എടുക്കുന്ന ടൈം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി നാട്ടിലാണ് ബെറ്റർ. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കിവിടെ ഒരു എമർജൻസി വന്ന് പെട്ടെന്ന് നമ്മൾ ആംബുലൻസ് വിളിച്ചു 911 വിളിച്ച് ആംബുലൻസ് നമുക്ക് 5-10 മിനിറ്റിനുള്ളിൽ മാക്സിമം വീട്ടിലെത്തുന്നതല്ല, പക്ഷേ അതിന് നമ്മൾ പേ ചെയ്യണം. ഈ ആംബുലൻസ് വെറുതെ ഫ്രീ ഓഫ് കോസ്റ്റ് അല്ല, നമ്മൾ അവർക്ക് പേ ചെയ്യണം. ഇനി നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നു എത്ര എമർജൻസി എന്ന് നമ്മൾ പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വയറുവേദന ആയിരിക്കും, തലവേദന ആയിരിക്കും, പൊളിയുമായിരിക്കും തലവേദന എടുത്ത്. എന്നാൽ പോലും എമർജൻസിയിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ മിനിമം 5 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഈ തലവേദന വയറുവേദന എന്ന് പറഞ്ഞ സാധനമൊന്നും ഇവർക്ക് എമർജൻസി അല്ല. ഇവരുടെ എമർജൻസി എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈ മുറിഞ്ഞു പോയി, അതാണ് ഇവരുടെ എമർജൻസി. അല്ലെങ്കിൽ നമ്മൾ 1 സെക്കൻഡിൽ ചത്തുപോകും, ഇതാണ് ഇവരുടെ എമർജൻസി. അതുകൊണ്ട് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നാട്ടിലാട്ടോ നമുക്ക് വയ്യ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ബുദ്ധിമുട്ട് നമ്മൾ പറയുമ്പോൾ നമ്മൾ അഭിനയിക്കുന്നതാണെങ്കിൽ പോലും ചില സമയത്ത് ആ എമർജൻസി കേസുകളൊക്കെ കുറച്ചുകൂടിയും കെയർ ചെയ്യാനും കാര്യങ്ങൾക്കും ഒക്കെ നല്ലത് നാട്ടിലാണെന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് പെട്ടെന്നൊരു ഡോക്ടറെ കാണണം, നമുക്ക് വാക്കിനായിട്ട് പോകാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ. എന്നാൽ പോലും അത് എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് ഒരുപാട് കൂടുതലാണ്. ആ സമയം നമുക്ക് നാട്ടിൽ ഏത് ഹോസ്പിറ്റലിൽ എപ്പോൾ പോയാലും ഒരു അരമണിക്കൂറിനുള്ളിൽ ഇപ്പം എനിക്കൊന്നും കുറച്ചൊരു സമയമുണ്ട്. എന്നാൽ പോലും അറ്റ്ലീസ്റ്റ് കാഷ്വാലിറ്റിയിലെങ്കിലും ഒന്ന് കാണാം. മെയിൻ ഡോക്ടറെ കാണാൻ പറ്റില്ല, കാഷ്വാലിറ്റി ഡോക്ടറിനെങ്കിലും കാണാൻ പറ്റും. പക്ഷെ അങ്ങനെ ഒരു പരിപാടി ഇവിടെ നടക്കില്ല. ഈ കാഷ്വാലിറ്റി എന്ന് പറയുന്നതാണ് ഇവിടുത്തെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ്. അടുത്ത കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ സോഷ്യൽ ലൈഫാണ്. ഇവിടുത്തെ സോഷ്യൽ ലൈഫ് എന്ന് ഇപ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും പലരും, ഈ ഫ്ലാറ്റ് ജീവിതമാണ്, അല്ലെങ്കിൽ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും മൈൻഡ് ചെയ്യില്ല, നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും വലിയ ചിരിയും അല്ലെങ്കിൽ വലിയ ഗ്രീറ്റിങ്സ് ഒന്നുമില്ല, ജസ്റ്റ് ഹായ് ബായ് ബന്ധം, അത്രയേ ഉള്ളൂ. അല്ലാതെ നമുക്കിപ്പം ഞങ്ങൾക്കാണെങ്കിലും ഞങ്ങളുടെ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന ആൾക്കാരാണ്, ജസ്റ്റ് കണ്ടിട്ടുണ്ട്, അവരെ വർക്കിനൊക്കെ പോകുമ്പോൾ അവിടെ ഇവിടെയൊക്കെ വെച്ച് കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ലിഫ്റ്റിൽ പോകുമ്പോൾ കാണുന്നുണ്ട്. പക്ഷെ അതല്ലാതെ അവരെവിടെ വർക്ക് ചെയ്യുന്ന അവരുടെ ഫാമിലി കാര്യങ്ങൾ നമ്മൾ ഒന്നിച്ച് ഒരു പരിപാടിക്ക് കൂടിയിട്ടില്ല. അങ്ങനെ ഒരു ബോണ്ട് എന്ന് പറയുന്ന ഒരു സംഭവം ഇവിടെ ഇല്ല. ഇനി നമ്മൾ അറിയുന്ന ഏറ്റവും നല്ല നമ്മുടെ ഫ്രണ്ട്സാണ്, മലയാളീസാണ്, അല്ലെങ്കിൽ ഇന്ത്യൻസാണ്, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരാണ്. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം പരിചയപ്പെട്ട് അങ്ങനെ ഒരു ബന്ധം ഉണ്ടാക്കിയാൽ മാത്രമേ ഉള്ളൂ. അതല്ലാതെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കും അറിയാൻ പാടില്ല. നമ്മൾ അവനവൻ്റെ കാര്യം നോക്കി ചെയ്യുന്ന അതിനുള്ള സമയമില്ല മെയിനായിട്ട്, അതാണ് കാര്യം. അപ്പം അതെന്ന് പറയുന്നത് നാട്ടിലെ വെച്ച് ഭയങ്കര മിസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മുടെ വീട്ടുകാർ പ്രത്യേകിച്ച് എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടാവുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് അവിടെ കൂടണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. കാരണം ആ ഒരു നമ്മുടെ ഒരു ബന്ധങ്ങൾ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് നമുക്ക് എനിക്കൊന്നും പുറം രാജ്യത്ത് നിൽക്കുന്ന എല്ലാവർക്കും മിസ് ചെയ്യുന്നൊരു കാര്യമാണ് നാട്ടിലെ ആ ഒരു പെരുന്നാളുകൾ, കരോള്, അങ്ങനത്തെ പരിപാടികളൊക്കെ. അപ്പോൾ ഇതിനെല്ലാത്തിനും കൂടി നമ്മളൊന്ന് കൺക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ് ബെറ്റർ, കാനഡയാണോ കേരളയാണോ ബെറ്റർ, ഏതാണ് എനിക്ക് ഫേവറേറ്റ്, ഏതാണ് എനിക്ക് ഇഷ്ടം എന്ന് ചോദിച്ചൊരു ഉത്തരം ഇതുവരെ ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല കേട്ടോ. ലൈക്ക് എല്ലാ കാര്യങ്ങളും വ്യത്യാസമുണ്ട്. ചില കാര്യങ്ങൾക്ക് നല്ലത് നാടാണ്, ചില കാര്യങ്ങൾക്ക് നല്ലത് ഇവിടെയാണ്. അപ്പോൾ ഏതാണ് ബെറ്റർ എന്ന് ഞാനൊരു ഫൈനൽ കൺക്ലൂഷനായിട്ട് പറയണില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എവിടെ ചെന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കും. എൻ്റെ പപ്പ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, എങ്ങനെ വീണാലും 4 കാലിലേ വീഴുള്ളൂ. നമ്മളൊരു പഴഞ്ചൊല്ല് പറയില്ലേ, അതുപോലെയാണ് ഞാൻ. ഏത് കുഗ്രാമത്തിൽ ചെന്നിട്ടാലും ഇനി ഏത് വലിയ സ്ഥലത്ത് കൊണ്ടുവന്നിട്ടാലും എങ്ങനെയെങ്കിലും പിടിച്ച് നിൽക്കും. അപ്പം അതുകൊണ്ട് ഇന്നതാ ബെറ്റർ, ഇന്നതാ ബാഡ് എന്ന് പറയുന്നില്ല. രണ്ട് സ്ഥലത്തിനും അതിൻ്റെതായ നല്ലതും ദോഷവും എല്ലാം ഉണ്ട്. അത് ഓരോ രാജ്യത്തിൻ്റെ കൾച്ചർ, ഓരോ രാജ്യത്തിൻ്റെ ആ ഒരു ലൈഫ് സ്റ്റൈല് അങ്ങനെയൊക്കെയാണ്. എവിടെയാണെങ്കിലും നമ്മുടെ ഒരു മൈൻഡ് സെറ്റായി എനിക്ക് തോന്നുന്നു നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകണതിൻ്റെ ഒരു ബിഗ് ഫാക്ടർ. ഇപ്പോൾ നമ്മൾ ചെല്ലുന്ന ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് എന്താ പറയുന്നത്, എന്ത് രീതിയിലും അഡ്ജസ്റ്റ് ചെയ്താലും എങ്ങനെയാണെങ്കിലും പിടിച്ച് നിൽക്കാൻ പറ്റും എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എനിക്കൊന്നും ആർക്കാണെങ്കിലും എവിടെ ചെന്നാലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സോ അതേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വളരെ ഷോർട്ടായിട്ട് എടുക്കണം എന്ന് വിചാരിച്ച വീഡിയോ ആണ്, പക്ഷെ ഒരു ഇത്തിരി കൂടുതലായിപ്പോയി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവർ എല്ലാവർക്കും ബൈ.